നമസ്കാരം. കാസ്ഗര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ടാറ്റ ടിയാഗോ ഇവിയുടെ മിഡ് വേരിയൻ്റ് ആയിട്ടുള്ള മോഡൽ എക്സ്ടിയിൽ തന്നെ വരുന്ന MR മോഡലാണ്. MR എന്ന് പറയുന്നത് മിഡ് റേഞ്ച് ആണ്. ഇതിൽ തന്നെ നമുക്ക് LR വരുന്നത് ലോങ് റേഞ്ച്. അത് MR എന്ന് പറയുമ്പോൾ 19.2 കിലോ വാട്ട് ബാറ്ററിയാണ് വരുന്നത്. LRലേക്ക് വരുമ്പോൾ അത് 24 കിലോ വാട്ട് ബാറ്ററി ആയിരിക്കും. ഫാമിലിയിലേക്കുള്ള ഫസ്റ്റത്തെ ഒരു വാഹനമായിട്ടോ അല്ലെങ്കിൽ സിറ്റിയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് ടാറ്റ ടിയാഗോയുടെ ഇവി എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്കും ഈസിയാണ് നമുക്ക് കൊണ്ടെടുക്കാനായിട്ട്. ഇപ്പോൾ പാർക്കിങ്ങിനാണെങ്കിലും സിറ്റി ട്രാഫിക്കിൽ കൊണ്ടെടുക്കാനായിട്ടും വളരെ എളുപ്പമാണ്. അതിൻ്റെ റേഞ്ചിൻ്റെ കാര്യത്തിലും ഒട്ടും മോശം തന്നെയല്ല. അപ്പോൾ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക. XT വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഹെഡ് യൂണിറ്റ് വരുമ്പോൾ ഹാലോജനാണ് അതിൽ തന്നെ ഇൻഡിക്കേറ്ററും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതും ഹാലോജനാണ് വരുന്നത്. ഹെഡ് താഴെയായിട്ട് ഒരു മാറ്റ് ഫിനിഷുള്ള എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബമ്പറിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വീൽ കാണുന്ന അത്തരത്തിലുള്ള ഗ്രില്ല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലാംസ് ഒന്നും അവൈലബിൾ അല്ല, DRLs അവൈലബിൾ അല്ല. അതിൻ്റെ ഒരു പിയാനോ ബ്ലാക്കിൽ ബോൾഡ് ഒരു ഗ്രില്ലും അപ്പറിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ മോഡൽ എന്ന് പറയുമ്പോൾ XTയിൽ വേരിയൻ്റ് വരുന്ന MR എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. MR എന്ന് പറയുമ്പോൾ 19.2 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റേഞ്ച് വരുമ്പോൾ 223 കിലോമീറ്റർ റേഞ്ച് അവകാശപ്പെടുന്നത്. എൻ്റെ ഈ മോട്ടറിൻ്റെ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 45 കിലോ വാട്ട്സാണ്. അതായത് 60 ഹോഴ്സ് പവറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. 110 Nm ആണ് ഇതിൻ്റെ ടോർക്കും പറയുന്നത്. ഈ വാഹനത്തിനൊപ്പം കിട്ടുന്ന ചാർജ് എന്ന് പറയുമ്പോൾ 3.3 കിലോ വാട്ട്സിൻ്റെ AC ഹോം വാൾ ചാർജറാണ് വരുന്നത്. അത് ഏകദേശം ഒരു 6.9 മണിക്കൂറാണ് ഫുൾ ചാർജ് ആവാൻ ടൈം എടുക്കുന്നത്. അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു 7.2 കിലോ വാട്ട്സിൻ്റെ AC ഫാസ്റ്റ് ചാർജർ സെറ്റപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് ഏകദേശം ഒരു 2.6 മണിക്കൂർ മതി ഫുൾ ചാർജ് ആവാനായിട്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഓർഗാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക്കലി ഫോൾഡിംഗ് വരുന്നില്ല. അതിനൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ LED ബ്ലിങ്കേഴ്സും കൊടുത്തിരിക്കുന്നു. 175, 65, 14 ടയർ സൈസ് വരുന്നത്. അതിന് ബ്ലാക്ക് വീൽസിലാണ് ഈ വാഹനത്തിൽ വരുന്നത്. അത് സ്റ്റീൽ വീലാണ്. പിന്നെ അതിനെ കവർ ചെയ്തുകൊണ്ടൊരു ഡുവൽ ടോൺ ഫിനിഷോടുള്ള എയറോ ഡിസൈനിലുള്ള വീൽ കവേഴ്സും കൊടുത്തിട്ടുണ്ട്. ഫുൾ പ്ലാസ്റ്റിക് കൂടിയിട്ടുള്ള ഒരു ഡോർ പാഡ്സിന് വാഹനം നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ബീച്ച് ആൻഡ് ഗ്രേ ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് പോക്കറ്റും വിത്ത് ബോട്ടിൽ ഹോൾഡർ നൽകിയിരുന്നു. ബാക്കിലായിട്ട് ഒരു ബോട്ടിൽ ഹോൾഡർ മാത്രമാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. തരക്കേടില്ലാത്ത അല്ലെങ്കിൽ മോശമല്ലാത്ത ഒരു ഇന്റീരിയർ വാഹനം നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഗ്രേ ആൻഡ് ബീച്ച് ഫിനിഷ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു മോഡേൺ ഡിസൈൻ കൊണ്ടുവരുന്നതിനിടയിൽ മോഡേൺ ടച്ച് കൊണ്ടുവരുന്നതിന് ഡിജിറ്റൽ സ്റ്റീറിംഗ് കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ഫിനിഷോടുള്ള ഫാബ്രിക് സീറ്റ്സ് ആണ് വാഹനം നൽകിയിരിക്കുന്നത്. എൻട്രി സെഗ്മെന്റ് ആയിട്ട് പോലും അത്യാവശ്യം വലിപ്പമുള്ള സീറ്റ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ സീറ്റ്സിന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. ബാക്കിലെ സീറ്റ്സിലേക്ക് വരുമ്പോൾ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. സെൻറ്ററിലെ പാസഞ്ചർക്ക് ഹെഡ് റെസ്റ്റും വരുന്നില്ല. ആൻഡ് 3 സീറ്റ് ബെൽറ്റ്സ് ആണ് മൊത്തത്തിൽ ഇവർ കവർ ചെയ്തിരിക്കുന്നത്. ആനുവലി ഡിമ്മിംഗ് ആയിട്ടുള്ള IR ആണ് ഈ ഒരു മോഡൽ നൽകിയിരിക്കുന്നത്. ആൻഡ് ഇനി സൺവൈസേഴ്സ് വരുമ്പോൾ ഡ്രൈവർ സൈഡിലായിട്ട് ടിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി കോ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ വാനിറ്റി മിറേഴ്സ് കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിട്ട് വരുന്നില്ല. ഇനി ഇൻഫോടൈം സിസ്റ്റം വരുമ്പോൾ 7 ഇഞ്ചിൻ്റെ ഇതിൽ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി വരുന്നുണ്ട്. വിത്ത് 4 സ്പീക്കേഴ്സാണ് വരുന്നത്. അതിന് താഴെ നമുക്ക് മൾട്ടി മോഡ് റീജനറേഷൻ്റെ സ്വിച്ചസ് ആണ് നൽകിയിരിക്കുന്നത്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ACയുടെ കൺട്രോൾ യൂണിറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ചെറിയൊരു പോക്കറ്റ്, വാലറ്റ്സ്, ഫോണൊക്കെ കീപ്പുള്ള പോക്കറ്റ് ഉണ്ട്. ഒപ്പം തന്നെ ചാർജ് ചെയ്യുന്ന സ്ലോട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ സോക്കറ്റും നൽകിയിരുന്നു. അതിന് പിന്നിലായിട്ട് സെൻട്രൽ കൺസോളിൽ നമുക്ക് ഡ്രൈവ് സെലക്ടർ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഡ്രൈവ് മോഡ്, സ്പോർട്ട് മോഡ്, ന്യൂട്രൽ, റിവേഴ്സ്. നമുക്ക് 2 മോഡ്സിലാണ് ടിയാഗോ അവൈലബിൾ ആവുന്നത്. സിറ്റി ആൻഡ് സ്പോർട്ട്. ഡിഫോൾട്ട് സിറ്റി ആയിരിക്കും. അതിന് പിന്നിലായിട്ട് നമുക്ക് കപ്പ് ഹോൾഡേഴ്സും അവൈലബിൾ ആണ്. ബാക്കിലായിട്ട് ചെറിയ പോക്കറ്റും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്രോം എലമെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന AC വെൻസ് ആണ് ഈ വാഹനം നൽകിയിരിക്കുന്നത്. അവിടെ ഒരു പ്രീമിയം ടച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്ലോ ബോക്സ് വരുമ്പോൾ നമുക്ക് കൂൾഡ് ഗ്ലോ ബോക്സ് അല്ല, അതിന് എക്സ്പീരിയൻ്റാണ് വരുന്നത്. ഒരു തരക്കേടില്ലാത്ത ചെറിയൊരു ഗ്ലോ ബോക്സ് സെറ്റപ്പാണ് വരുന്നത്. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കിട്ടുമ്പോൾ അത്യാവശ്യം മോശമല്ലാത്ത പ്ലാസ്റ്റിക് തന്നെ ഇതിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുള്ളി ഫോൾഡബിൾ ആയിട്ട് റിയർ സീറ്റ്സ് ആണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലഗേജ് ഒക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്പേസിൻ്റെ ആവശ്യം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്താൽ മതി. കൂടുതൽ നമുക്ക് ബൂട്ട് സ്പേസ് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇത് നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ചൈൽഡ് സീറ്റിൻ്റെ ഒരു ആംഗ്രി ഫെസിലിറ്റി കൂടി അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഒരു 3 ആവറേജ് വണ്ണമുള്ളവർക്കൊക്കെ ഈസിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാച്ച് ബാക്ക് മോഡലാണ്. ആൻഡ് 3 സീറ്റ് ബെൽറ്റ്സ് ആണ് ഈ ഒരു മോഡൽ നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം ഒരുപാട് പ്രതീക്ഷിക്കരുത്. നമുക്കൊരു നോർമൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് സെൻട്രൽ ടണൽ വരുമ്പോൾ കുറച്ച് റേസ്ഡ് ആയതുകൊണ്ട് തന്നെ നടുക്കിരിക്കുന്ന പാസഞ്ചർക്ക് കുറച്ച് അസൗകര്യം വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. നമുക്കറിയാം ടിയാഗോ EV എന്ന് പറയുമ്പോൾ ഒരു ഐസ് കൺവേർട്ടഡ് EV വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ ബാക്കിലായിട്ടാണ് ചാർജിങ്ങിൻ്റെ പോർട്ട് ഫെസിലിറ്റി വരുന്നത്. ഫാസ്റ്റ് ചാർജറിൻ്റെ നോർമൽ ചാർജിങ്ങിൻ്റെയും പോർട്ട് അതിൽ തന്നെ വരുന്നുണ്ട്. റിയർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ കൺവെൻഷൻ റൂഫ് ആൻഡിനും LED ഹൈ മൗണ്ട് സ്റ്റോപ്പിംഗ് ലാമ്പാണ് വരുന്നത്. റിയർ വിൻഷീൽഡിലായിട്ട് നമുക്ക് DF4 വൈപ്പർ ഒന്നും ഈ ഒരു മോഡൽ അവൈലബിൾ അല്ല. ടിയാഗോ EV എന്നുള്ള പിയാനോ ബ്ലാക്കിലുള്ള ബാഡ്ജിങ് ഇല്ലെങ്കിൽ ഇതൊരു ഐസ് മോഡലാണോ അല്ലെങ്കിൽ EV ആണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വന്നു പോകും. അതുതന്നെ ബമ്പറിലാണെങ്കിൽ ഒരു ബ്ലാക്ക് ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 240 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. റിയർ പാഴ്സൽ ഷെൽഫ് നമുക്ക് XT വേരിയന്റിൽ മാത്രമേ അവൈലബിൾ ആകുന്നുള്ളൂ. അതിൻ്റെ ബൂട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് ചാർജിങ് കേബിളാണ്. അതുപോലെ തന്നെ ടയർ പങ്ചർ കിറ്റും വരുന്നുണ്ട്. സ്പെയർ വീൽ വാഹനത്തിൻ്റെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പങ്ചർ കിറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ടിയാഗോ EVയുടെ കീ എന്ന് പറയുമ്പോൾ. ഫ്ലിപ്പ് കീയും അതുപോലെ തന്നെ നോർമൽ കീയും വരുന്നുണ്ട്. ഫ്ലിപ്പ് കീയുടെ സെൻട്രലായിട്ട് നമുക്ക് ഫോളോ മീയുടെ ഒരു ഫംഗ്ഷൻ അതിൽ വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റീറിംഗിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ സ്റ്റീറിംഗ് ആണ് വരുന്നത്. ഫ്ലാറ്റ് ബോട്ടമാണ്, 2 സ്പോക്കാണ് വരുന്നത്. അതിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ടിൽറ്റബിൾ ഓപ്ഷൻ കൂടി ഇതിൽ അവൈലബിൾ ആണ്. സ്റ്റീറിംഗിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇൻഫോടൈമിൻ്റെ കൺട്രോൾസും അതിൽ തന്നെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കൺസോൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ തന്നെ ചാർജിങ്ങിൻ്റെയും റേഞ്ചും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ്,
അതുപോലെ TPMS എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ് ആയി തന്നെ കാണിക്കുന്നത്. ഈ മോഡലിൻ്റെ ഡ്രൈവറിൻ്റെ ഡോർ പാലേക്ക് വരുമ്പോൾ നമുക്ക് 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾ സ്വിച്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ് ഇനി ഓവർവ്യൂ വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലി പവേർഡ് ആണ്, ഫോൾഡിംഗ് വരുന്നില്ല, അതിൻ്റെ കൺട്രോൾ യൂണിറ്റാണ് കാണുന്നത്. ഈ ഡ്രൈവറിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിൽ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോളിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു XT എന്ന മോഡൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ഇതിൽ വരുന്നില്ല. റിക്ലൈൻ ആൻഡ് സ്ലൈഡിംഗ് ഓപ്ഷൻ മാത്രം വരുന്നുള്ളൂ. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ നമുക്ക് നെക്സ്റ്റ് വേരിയന്റിലാണ് അവൈലബിൾ ആകുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എയർ ബാഗ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡാണ് വരുന്നത്. അതിൻ്റെ TPMS വരുന്നുണ്ട്, അതുപോലെ തന്നെ ISO ഫിക്സ് ആങ്കറേജ് ഫെസിലിറ്റി വരുന്നുണ്ട്. ABS EBD ആണ് ബ്രേക്ക് സിസ്റ്റം വരുന്നത്. അതുപോലെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് നൽകിയിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് ഇതിൽ പറയാവുന്ന ഒരു സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഈ വേരിയൻ്റെ വാറണ്ടി കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ മോട്ടർ ആൻഡ് ബാറ്ററിയുടെ വാറണ്ടി പറയുമ്പോൾ. അതുപോലെ ഈ വാഹനത്തിൻ്റെ വാറണ്ടി നോക്കുകയാണെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 1.25 ലക്ഷം കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ് വാറണ്ടി ആയിട്ട് നൽകുന്നത്. ഇനി ടിയാഗോ EV XT MR എന്നീ മോഡലിൻ്റെ എക്സ്ഷോറൂം കൊച്ചിൻ പ്രൈസ് നമുക്ക് ചെക്ക് ചെയ്യാം. എക്സ്ഷോറൂം കൊച്ചിൻ പ്രൈസ് വരുമ്പോൾ 8,99,000 ആണ് വരുന്നത്. നിങ്ങൾക്ക് ഓൺ റോഡിൽ 95,000 രൂപ വരെ ഡിസ്കൗണ്ട്സ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ആരെങ്കിലും EV വെഹിക്കിൾസ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.